മലയാളത്തിൻ്റെ അഭിമാനം വാനോളം ഉയർന്ന ദിവസമാണ്. 34 ഭാഷകളിൽ നിന്നായി 400 സിനിമകൾ മാറ്റുരച്ച കടുത്ത മത്സരത്തിനൊടുവിലാണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. നിഗൂഢതകൾ ഒളിപ്പിച്ച കൊടുമൻ പോറ്റിയുടെ ഭാവപ്പകർച്ചകൾ അഭ്രപാളിയിൽ അവിസ്മരണീയമാക്കിയതിലൂടെ ഒരിക്കൽ കൂടി മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കി. മമ്മൂട്ടിയുടെ പുരസ്കാര നേട്ടത്തിനു പുറമെ മറ്റു വിഭാഗങ്ങളിലും മലയാള സിനിമയ്ക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനായി. മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി, ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആർട്ടിക്കിൾ 370 ആണ് മികച്ച സിനിമ. ചന്തു ചാമ്പ്യനിലൂടെ കാർത്തിക് ആര്യൻ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ടു. സംവിധായകൻ ജയരാജ് അധ്യക്ഷനായ ജൂറി 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2024 സെൻസർ ചെയ്ത 400 സിനിമകളാണ് ജൂറിക്ക് മുൻപിലെത്തിയത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കശ്മീരിന്റെ കഥ പറഞ്ഞ ആർട്ടിക്കിൾ 370 മികച്ച സിനിമ. ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയെയും ചാത്തനെയും വെള്ളിത്തിരയിൽ അവിസ്മരണീയമാക്കിയ മമ്മൂട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുത്തു. മമ്മൂട്ടിയുടെ 4ാമത് ദേശീയ പുരസ്കാരമാണിത്. Best actor in leading role shared Brahmayugam, Malayalam. This visually stunning for horror film actor Mammootty. ബോളിവുഡ് താരം കാർത്തിക് ആര്യനും മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു. ആർട്ടിക്കിൾ 370 എന്ന ചിത്രത്തിലൂടെ യാമി ഗൗതം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ബ്രഹ്മയുഗത്തിലൂടെ ഷഹനാസ് ജലാൽ നേടി. ARM എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. മേജർ മുകുന്ദ് വരദരാജിന്റെ ജീവിതകഥ പറഞ്ഞ അമരൻ സിനിമയിലൂടെ മികച്ച സംവിധായകനായി രാജ്കുമാർ പെരിയസ്വാമിയും എഡിറ്ററായി R കലൈവാനനും പശ്ചാത്തല സംഗീതത്തിന് GV പ്രകാശും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച മലയാള സിനിമ. ധനുഷ് സംവിധാനം ചെയ്ത് അഭിനയിച്ച രായനാണ് മികച്ച തമിഴ് സിനിമ. വീർ സവർക്കർ സിനിമയിലൂടെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം രൺദീപ് ഹൂഡ സ്വന്തമാക്കി. മികച്ച തിരക്കഥ, വസ്ത്രാലങ്കാരം എന്നീ വിഭാഗത്തിലെ പുരസ്കാരങ്ങൾ പുഷ്പ 2 സ്വന്തമാക്കി. നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഭദ്രകാളി നാടകം പ്രത്യേക പരാമർശം നേടി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.